മടത്തോര് മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയാണെങ്കിൽ ശരണ്യെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം ശരണ്യക്ക് ഇങ്ങനെയുണ്ട് മോളെ, ശരണ്യെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, ശരണ്യെ കണ്ടച്ചാ അവൾക്ക് എന്നെ കണ്ടോളാൻ വയ്യായിരുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതിന് പരാതി പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് എന്നെ കാണണമെന്ന് പറഞ്ഞ് ഷാജിയേട്ടൻ വന്ന് പറഞ്ഞത്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, നീ അങ്ങോട്ട് ചെല്ലാതിരുന്നതല്ലോ, അവരല്ലേ അങ്ങോട്ട് നിന്നെ കയറ്റായിരുന്നത്. അതൊക്കെ തന്നെ, പക്ഷേ അവർ വീട്ടുകാരും ശരണ്യ ആകപ്പാടെ കൺഫ്യൂഷനിലാണ്. സമുദായക്കാരും അതുപോലെ പാർട്ടിക്കാരും എല്ലാവരും അവരെ തഴഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ വന്ന് പറയുന്നത്, ഏത് കേൾക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനില്ല വീട്ടുകാർ എന്ന് പറയുകയാണ് അലീന. പിന്നെ ശരണ്യ അവൾ നിരാഹാരത്തിലായിരുന്നു. അങ്ങനെയാണ് ശരണ്യയുടെ വീട്ടുകാർ ഷാജിയേട്ടൻ്റെ അടുത്ത് വന്ന് എന്നെ കാണണം എന്നുള്ള കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഷാജിയേട്ടൻ എന്നെ വന്ന് കണ്ട് കാര്യം പറഞ്ഞതെന്ന് പറയാണ്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. കുഴപ്പമൊന്നുമില്ല, അവളിപ്പം പഴയതുപോലായി ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവളോട് ഞാൻ പറഞ്ഞ്, നീ ഇഷ്ടമുള്ളത് വരെ പഠിച്ചോളാൻ, നിൻ്റെ പഠിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് ശരണ്യടുത്ത് പറഞ്ഞ കാര്യം അലീന ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുകയാണ്. ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, അതെങ്ങനെ, അവൾക്ക് എൻ്റെ ഡോക്ടറോ എഞ്ചിനീയറോ എന്തൊക്കെയോ പഠിക്കണമെന്നില്ലേ പറഞ്ഞ്, അതൊക്കെ നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ അവളുടെ പഠിത്തം എന്നെക്കൊണ്ട് പറ്റും, പിന്നെ ബാക്കിയുള്ള കാര്യമല്ലേ, എന്നാലും അച്ഛൻ അവളെ പഠിപ്പിക്കണമെന്ന് പറയാൻ വയ്യ നിനക്ക് അല്ലയോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അത് ഞാൻ എങ്ങനെ അച്ഛനോട് പറയും, അവളുടെ പഠിത്തം 3, 4, 5 വർഷമുള്ള കാര്യമില്ലേ, അന്ന് ഞാൻ ഈ വീട്ടിൽ കാണുമോ എന്തോന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അപ്പം ഞാൻ എങ്ങനെ അച്ഛനോട് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ആ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നിനക്ക് പറയാമല്ലോ അവളുടെ കാര്യത്തിന് ഒരു 10-15 ലക്ഷം രൂപ ഫിക്സഡ് ഇടാൻ, അത് നിനക്ക് പറയാമല്ലോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, അത് പറയാം, എന്നാലും ഞാൻ അച്ഛനോട് എങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അവൾ പഠിച്ച് നല്ലൊരു നിലയിലായി കഴിഞ്ഞാൽ നമുക്കല്ലേ നല്ലത് എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പം അലീന അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ ശരണ്യയുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് അലീനയെ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അലീനയുടെ ജോലിക്ക് പോവുകയാണ്. അതിനുശേഷം വൈകിട്ടായപ്പം ബബിത കോളേജ് കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അന്നേരം എല്ലാവരും ഒക്കെ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ ആരും എന്നെ ഒന്നും ഒറ്റപ്പെടുത്തിയതുമില്ല, കളിയാക്കി സംസാരിച്ചതും ഇല്ലെന്ന് ബബിത പറയുകയാണ്. അപ്പോൾ അലീന പറയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, കോളേജിൽ പോയി ആദ്യത്തെ ആ ദിവസത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഇനി ഒരു പ്രശ്നവും എന്ന് അലീന പറയാണ്. അപ്പം ബബിത പറയാണ്, നാളെ മുതൽ ഞാൻ എന്നും കൃത്യമായി കോളേജിൽ പോകുന്നുണ്ട്. അപ്പം കൃഷ്ണമോളും അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ചേച്ചി. കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായിട്ട് നടന്നു. കോളേജിൽ ചെന്നപ്പം ആദ്യം കുറച്ച് കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. അലീന അതിന് കൃത്യമായി മറുപടി കൊടുത്ത്. അത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവരുടെയും വായടഞ്ഞെന്ന് പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അതിനുശേഷം രോഹിത്തിൻ്റെ അടുത്തേക്ക് അലീന പോവുകയാണ്. അലീന എന്ന് രോഹിത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, പനിയൊക്കെ എങ്ങനെയുണ്ട്. രോഹിത്ത് പറയുന്നുണ്ട്, കുറവുണ്ട്. അപ്പം കുളിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട് രോഹിത്ത്. അപ്പോൾ അലീന പറയാണ്, കുളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ തല മൊത്തം ജട പിടിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. കുറേ ദിവസം കുളിക്കാതിരുന്ന്. അങ്ങനെ രോഹിത്തിൻ്റെ മുടിയിലൊക്കെ എണ്ണ തേച്ച് കൊടുക്കുമ്പം അലീന പറയുന്നുണ്ട്, ഇത് മൊത്തവും ജട പിടിച്ചിരിക്കുകയാണ്, വെട്ടി വൃത്തിയാക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ അലീന ആണെങ്കിൽ രോഹിത്തിൻ്റെ മുടിയെല്ലാം വെട്ടി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ബബിതയാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര സന്തോഷത്തോടെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ രോഹിത്തിൻ്റെ മുടിയെല്ലാം വെട്ടി ഒതുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിന് ഭയങ്കര സങ്കടം വരുന്നുണ്ട് അലീന ഇതെല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ. പഴയതുപോലൊന്നുമല്ല, അലീന എന്ത് പറഞ്ഞാലും രോഹിത്ത് അനുസരണയോടെ കേട്ടിരിക്കുകയാണ്. ബബിതയാണെങ്കിൽ അതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ കൊല്ലപ്പള്ളിയിൽ മനുവിനെ കാത്തിരിക്കുകയാണ് ശിവശങ്കരനും അതുപോലെ കമലയും. കാരണം മനുവിനെ പറഞ്ഞു വിട്ടേക്കുമല്ലേ അലീനയായിട്ട് സംസാരിക്കാൻ. അങ്ങനെ മനു വരുമ്പം തന്നെ കമല ഓടി ചെല്ലുന്നുണ്ട്. ശിവേട്ട ഒന്ന് ചോദിര്, അലീനയടുത്ത് കാര്യങ്ങളെല്ലാം സംസാരിച്ചോ, അലീന എന്ത് പറഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കാൻ ശിവശങ്കരനെ ഏർപ്പാടാക്കുവാണ് കമല. അങ്ങനെ മനു വന്ന് കയറുമ്പം തന്നെ ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞോടാ മനു എന്ന് ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്. എന്താ അച്ഛൻ എന്ത് പറഞ്ഞെന്ന് അച്ഛൻ ചോദിക്കുന്നത്. അല്ല, കമലയും ഞാനും കൂടെ പറഞ്ഞല്ലോ നീ അലീനയടുത്ത് സംസാരിക്കണമെന്ന്, ശരണ്യടുത്ത് ഹരിയുടെ കാര്യം നീ സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ സംസാരിച്ചില്ല എന്ന് പറയാണ്. അതെന്താ നീ സംസാരിക്കാഞ്ഞത്. അപ്പം മനു പറയാണ്, അമ്മയെപ്പോലെ അച്ഛനും ഒന്നും അറിയാതെ സംസാരിക്കാല്ലേ, ഞാൻ ഈ കാര്യം എങ്ങനെയാണ് അലീനയോട് പറയുന്നത്, ഹരിയെ രക്ഷിക്കണമെന്ന് എങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ ആ കാര്യം പറയണമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് അവിടെ ചെന്ന് ബാലേന്ദ്രൻ്റെ അങ്കിളുടെ അടുത്തും ചോദിച്ച്. അപ്പം അങ്കിള് പറയുന്നത് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന്. അപ്പം കമല പറയാണ്, അയാൾക്ക് അങ്ങനെ പറയാലോ, അയാളുടെ മോൻ രക്ഷപ്പെട്ടല്ലോ, ഹരി എൻ്റെ മോനല്ലേ, അപ്പം ഹരി രക്ഷപ്പെട്ടാലെന്താ ഇല്ലാലെന്താ എന്ന് കമല ദേഷ്യത്തോടെ പറയുകയാണ്. അപ്പം മനു പറയാണ്, ഇതാ കുഴപ്പം, അങ്കിൾ എന്നോട് പറഞ്ഞത് നീ പറയുന്നൊക്കെ പറഞ്ഞോ,
പക്ഷേ ആര് പറഞ്ഞാലും അവൾ കേൾക്കുന്ന കാര്യമാണെങ്കിൽ മാത്രമേ കേൾക്കത്തുള്ളൂ എന്ന് പറയാണ്. രോഹിയുടെ കാര്യം ഞാൻ അവളോട് പറഞ്ഞായിരുന്നു, പക്ഷേ അവൾ കേട്ടില്ലെന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞത്. പിന്നെ ആർക്കും അവൾ റെക്കമെൻഡ് ചെയ്യത്തില്ലെന്നുള്ള കാര്യവും എന്നെ ഓർമ്മിപ്പിച്ച് അത്രയും അങ്കിള് ചെയ്തോളെന്ന് മനു പറയാണ്. അപ്പോൾ കമല പറയാണ്, ചുരുക്കം പറഞ്ഞാൽ അയാൾ പറഞ്ഞ് അലീലയോട് ഈ കാര്യം സംസാരിക്കേണ്ടത്, അയാളുടെ മോൻ രക്ഷപ്പെട്ടല്ലോ, ഇനി നമ്മുടെ മോൻ രക്ഷപ്പെട്ടാൽ എന്താ ഇല്ലെങ്കിൽ എന്താ എന്നും പറഞ്ഞുകൊണ്ട് കമല അങ്ങ് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. അച്ഛാ, വേറൊരു കാര്യം പറയാനുണ്ട്. എന്താടാ എന്ന് ശിവശങ്കരൻ ചോദിക്കുകയാണ്. ഞാൻ ഇന്ന് ശരണ്യയുടെ വീട്ടിൽ പോയി. നീ ഇന്ന് ശരണ്യയുടെ വീട്ടിൽ പോയോ? എന്തുവാടാ ഈ പറയുന്നത് എന്നും പറഞ്ഞ് ശിവശങ്കരൻ ഭയങ്കര ഞെട്ടലോടെ ചോദിക്കുകയാണ്. അതേ അച്ഛാ, ഞാൻ അവിടെ ഇരുന്നപ്പോഴാണ് ആ ഷാജി എന്ന് പറയുന്ന ആൾ അവിടെ വന്നിട്ട് അലീനയെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യെ ബഹളം വെക്കുന്ന കാര്യം പറഞ്ഞത്. പക്ഷേ അലീനയ്ക്കാണെങ്കിൽ പോകാൻ പറ്റില്ല, ഷാജിയുടെ കൂടെ പോകാൻ പറ്റില്ല. അപ്പം കൊണ്ടാക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോകണമെന്നുള്ള താല്പര്യം പറഞ്ഞു. അപ്പം ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അലീനയും കൂടാണ് ശരണ്യയുടെ വീട്ടിൽ ചെന്നത്. അപ്പം ശിവശങ്കരൻ ചോദിക്കുകയാണ്, ശരണ്യയുടെ വീട്ടിൽ ചെന്നപ്പം നിന്നെ ആർക്കും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാനൊരു മാസ്ക് ഒക്കെ വെച്ചോണ്ടാണ് പോയത്, പക്ഷേ അവിടെ ഉള്ളവരെല്ലാം നല്ല ആൾക്കാരച്ചാ. ആ കൊച്ചിനാണെങ്കിൽ അലീനയെ കണ്ടോളാൻ വയ്യായിരുന്നു. അങ്ങനെ അലീനയെ കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. അത് നിരാഹാരമൊക്കെ കടന്ന് അലീനയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നു. അങ്ങനെയാണ് അലീന പോയതെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് കമലയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കമല ചോദിക്കുകയാണ്, നീ ആര്? അവളുടെ ഡ്രൈവറോ? എപ്പോഴും അവളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. ഒരു കാര്യം പറഞ്ഞിട്ട് അത് പറയാൻ വയ്യ, അവളെയും കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഊരി വിറ്റാൻ നടക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മനുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. മനു പറയാണ്, ചിലപ്പം അലീനയുടെ ഡ്രൈവർ ആയെന്നിരിക്കും, ഭാവിയിൽ ചിലപ്പോൾ എൻ്റെ ഭാര്യ ആയെന്നിരിക്കും എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് കമല അകപ്പാടെ ഞെട്ടുന്നുണ്ട്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താ മനു ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അതേ അച്ഛാ, ഞാൻ കറക്റ്റാണ് പറയുന്നത്, ഞാൻ സത്യമുള്ള കാര്യമാണ് പറഞ്ഞത്. അലീനയോട് ഞാനിപ്പം അതിനെക്കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. അവിടെ പോയി ശരണ്യെ കണ്ടിട്ട് തിരിച്ച് വരുന്ന വഴി ഞാൻ അലീനയോട് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്ക് അവളെ ഇഷ്ടമാണെന്നും എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് കമലയാണെങ്കിൽ ചൂടാവുകയാണ്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, നിൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയാണ്. അപ്പം മനു പറയാണ്, അത് നടക്കണോ വേണ്ടതെന്ന് അമ്മയല്ല തീരുമാനിക്കുന്നത്, ഞാനും അലീനയാണ്. ഞാൻ എൻ്റെ ഇഷ്ടം അലീനയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവളെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ. ഈ ജന്മത്തിൽ നീ വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കത്തില്ല, അവളെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് അവളോട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടാ പോരുന്നതെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശിവശങ്കരൻ അതേപോലെ കമല ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ ഉറച്ച തീരുമാനം, അതുകൊണ്ട് എല്ലാവരും അലീനയെക്കുറിച്ച് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഞാൻ അവളെ മാത്രമേ ഇനി വിവാഹം കഴിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യം അങ്ങ് പോവുകയാണ്. അപ്പോൾ അന്തം വിട്ട് ഇരിക്കുകയാണ് കമല. കമലയാണെങ്കിൽ ശിവശങ്കരൻ്റെ അടുത്ത് പറയാണ്, എന്താ ശിവേട്ട ഇവൻ ഈ പറഞ്ഞിട്ട് പോകുന്നത്? ആ അനാഥ പെണ്ണെ, ആ വേലക്കാരി പെണ്ണി കല്യാണം കഴിക്കണമെന്ന് ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് പറയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, നീ ഒന്ന് മിണ്ടാതിരിക്കാവോ? നീ ഒന്ന് വായടച്ചു വെക്കാവോ? വെറുതെ അവനോട് ഓരോന്ന് പറഞ്ഞ് വഴക്കിടാൻ ചില, നീ ഒന്ന് മിണ്ടായിരിക്കുക. അപ്പം കമല പറയാണ്, ആ ഞാൻ പറയുന്നതാണ് കുറ്റം, അല്ലാതെ അവനൊന്നും ഈ ചെയ്യുന്നത് ഒരു കുറ്റമല്ല. ആ പെണ്ണിനെയും കൊണ്ട് നാട് മൊത്തം ഊരുറ്റി നടന്നിട്ട് വന്ന് അവളെ ഇനി കല്യാണം കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞത് അതൊന്നും ഒരു തെറ്റല്ല, ഞാൻ പറയുന്നത് തെറ്റെന്നും പറഞ്ഞുകൊണ്ട് കമലയും ഭയങ്കര ദേഷ്യം പോവുകയാണ്. ശിവശങ്കരൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നെടുമ്പരക്കിലാണെങ്കിൽ പിറ്റേന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ബബിത കോളേജിൽ പോകാനായിട്ട് ഒരുങ്ങി വരികയാണ്. അപ്പോൾ ശിവശങ്കർ അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അച്ഛൻ ഇന്ന് പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ പോകണം, മോള് കോളേജിൽ പോകാൻ റെഡി ആയോ എന്ന് ചോദിക്കുകയാണ് ബബിതയെടുത്ത്. ആയിച്ച ഇപ്പം കോളേജിൽ പോകാൻ മടിയൊന്നുമില്ലല്ലോ, എങ്ങനെയുണ്ട് കോളേജെന്ന് ചോദിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, ഇന്നലത്തെ ഒരു പ്രശ്നമുള്ളായിരുന്നു, പിന്നെ ആരും എന്നോട് ഒരു ഉണ്ടാക്കിക്കൊണ്ട് വന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ബബിത ചോദിക്കുകയാണ്, അച്ഛാ എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ നിനക്ക് മാറ്റം ഉണ്ടല്ലേ, നീ ഇപ്പം നന്നായിക്കൊണ്ടിരിക്കുകയല്ലേ, ഇതേപോലെ എന്നും അങ്ങ് പോയാൽ മതിയെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ബബിതയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഇവർ എല്ലാം സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോളും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം അലീന ചേച്ചിയാണ്. അലീന ചേച്ചി ഇന്നലെ പിടിച്ച പിടിയാലെ കോളേജിൽ കൊണ്ടുപോയോണ്ട് ബബിതേച്ചിക്ക് കോളേജിൽ പോകാനും അതേപോലെ ഇങ്ങനെ വന്നിരുന്ന് അച്ഛനോട് സംസാരിക്കാനൊക്കെ പറ്റിയെന്ന് പറയാണ്. ഇതൊക്കെ വൈജ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. വൈജയ്ക്ക് ആകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. അപ്പം ബബിത പറയുകയാണ്, എന്തായാലും ഇന്നലെ പോയത് കാര്യമേ, അലീന കാരണം ആണെങ്കിലും പോയത് കൊണ്ട് എനിക്ക് കോളേജിൽ പഠിക്കാൻ പറ്റി, പരീക്ഷ എഴുതാൻ പറ്റുവച്ചാ എന്ന് പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാനുണ്ട്, അതെന്തായാലും നന്നായി, മോൾ ഇന്നലെ പോയത് കാര്യമായെന്ന് പറയാണ്. അച്ഛാ ഇനി നമ്മുടെ അമ്മ എന്നാ നന്നാവുന്നത് എന്ന് ബബിത ചോദിക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ മുകളിലോട്ട് നോക്കിയിട്ട് പറയാം, ദൈവത്തിന് മാത്രം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ എണീച്ചങ്ങ് പോവുകയാണ്. അപ്പം ബബിത പറയാണ്, ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന്. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, ഞാനും വരുന്ന ചേച്ചി എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും വൈജയെ കാണാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. വൈജ ആകപ്പാടെ കലി പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരങ്ങോട്ട് ചെല്ലുന്നതെന്ന്. അപ്പം അമ്മയ്ക്കിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ബബിത ചോദിക്കുകയാണ്. അത് ചോദിക്കാനാന്നോട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. നീയൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ട്, എല്ലാവരും ഇപ്പം അലീനയുടെ സൈഡിലാണ്, അലീനെ ആശ്രയിച്ച എല്ലാവരും ജീവിക്കുന്നത്, എൻ്റെ മക്കൾ അങ്ങനെ അലീനെ ആശ്രയിച്ച് ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് ബബിതയെടുത്തും കൃഷ്ണമോളത്തും ഭയങ്കരമായിട്ട് ദേഷിച്ചുകൊണ്ട് ചെല്ലിയാണ് വൈജ.